പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസും RSSും ഒത്തുകളിച്ചതിനാലാണ് ഒ രാജഗോപാൽ ജയിച്ചതെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിയ പിണറായി വിജയനും ഇന്നലെ വൈകിട്ടെത്തിയ VS അച്യുതാനന്ദനും CPIM പ്രവർത്തകരും നേതാക്കളും റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ധർമ്മടത്തെ വൻ വിജയത്തിന് ശേഷം ആദ്യമായി തലസ്ഥാന നഗരിയിലെത്തിയ പിണറായി വിജയന് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. BJPയുടെ വിജയം കോൺഗ്രസുമായുള്ള ഒത്തുകളിയുടെ ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും RSSും ഒത്തുകളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒ രാജഗോപാലിന് ജയിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി തീരുമാനം 2-3 ദിവസത്തിനുള്ളിൽ ഏതായാലും ഉണ്ടാവും. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ ചേർന്നാണ് പിണറായിയെ സ്വീകരിച്ചത്. മലമ്പുഴയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും തലസ്ഥാന നഗരിയിൽ തിരികെയെത്തി. ഊഷ്മളമായ സ്വീകരണമാണ് VSനും പാർട്ടി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. ഇടതുമുന്നണിക്ക് മികച്ച വിജയം സമ്മാനിച്ച ജനത്തിന് VS നന്ദി രേഖപ്പെടുത്തി. നൽകിയ ജനങ്ങൾക്ക് നന്ദി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയുള്ള സൂചനകൾ എത്തിത്തുടങ്ങുന്നു. തീർച്ചയായും KG ദിനകർ വിവരങ്ങളുമായി ചേരുക തന്നെ ചെയ്യും. ഒരുപക്ഷെ CPIMൻ്റെ സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതി യോഗവും ചേരും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന നിർദ്ദേശം പരിഗണിക്കും. തീർച്ചയായും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ആകുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും എന്ന തീരുമാനങ്ങളാണ് ഉള്ളറകളിൽ രൂപം കൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂചനകളുമാണ് പുറത്തുനിന്ന് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതും. ഈ ഘട്ടത്തിൽ വിശദാംശങ്ങളുമായി KG ദിനകർ ചേരും. ധർമ്മടത്ത് നിന്ന് 36,000-ൽ പരം വോട്ടുകൾക്കാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്. തീർച്ചയായും 26-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. MLA ആയ വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥക്കാലത്ത് ഗുരുതരമായ മർദ്ദനം MLA ആയിരിക്കവേ തന്നെ ഗുരുതരമായ മർദ്ദനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുകയും അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗവും ഒക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ ഗൗരവത്തോടെ പഠിക്കുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ വിവരങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, എന്തൊക്കെയാണ് തീരുമാനം? അജുംഷാദ്, കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്. AKG സെൻറ്ററിലായിരുന്നു യോഗം. രാവിലെ 11 മണിയോടുകൂടിയാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ്റെ പേര് നിർദ്ദേശിച്ചത്. അത് ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി യോഗവും ചേർന്നുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും നിർദ്ദേശിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടുകൂടി 4 മണിക്ക് വാർത്താ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനവും ചേർന്നിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി CPIM പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനാണ്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഇപ്പോൾ ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. ധർമ്മടത്ത് നിന്നും മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ LDF തരംഗം ആഞ്ഞു വീശിയ ഘട്ടത്തിൽ 91 സീറ്റിനാണ് LDF അധികാരത്തിലേക്ക് വരുന്നത്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും യഥാർത്ഥത്തിൽ KG ദിനകർ, അവരുടെ പാർട്ടിയുടെ രീതി എങ്ങനെയാണ്? സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം വെക്കുന്നു. അതിനുശേഷം ആ നിർദ്ദേശം ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരത്തിനായി മുമ്പോട്ട് വെക്കും. ഈ രീതിയാണോ സാധാരണ തുടരുന്നത്? അതിലെ ആദ്യഘട്ടം എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണോ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? ആ രീതികൾ കൂടി പ്രേക്ഷകർക്ക്
തീർച്ചയായും അജിംഷാദ് ഇന്ന് രാവിലെ 10:30 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് AKG സെൻറ്ററിൽ ആരംഭിച്ചത്. 10:45 CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതോടൊപ്പം തന്നെ പ്രകാശ് കാരാട്ടും എത്തിച്ചേർന്നു. തുടർന്ന് യോഗം ചേർന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ്റെ പേര് യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഇത് ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേര് വയ്ക്കും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയോടുകൂടി അംഗീകാരത്തോടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും. സത്യപ്രതിജ്ഞ മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ പേരുകൾ സംബന്ധിച്ചും ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനവും കൈക്കൊള്ളും. അതും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ആ വിഷയം ചർച്ചയ്ക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും AKG സെൻറ്ററിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു തിരതള്ളൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും 5000-ഓളം ലഡുവുമായി വിവിധ മതസംഘടനകൾ ഇവിടെ എത്തിച്ചേർന്നു. ആ ലഡു വിതരണമാണ് എനിക്ക് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലഡു വിതരണം AKG സെൻറ്ററിന് മുൻവശത്ത് ലഡു വിതരണം നടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് AKG സെൻറ്ററിന് മുന്നിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 5000-ഓളം ലഡുവുമായി AKG സെൻറ്ററിലേക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്നും വന്ന ഒരു വാഹനമാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ AKG സെൻറ്ററിന് മുന്നിൽ ലഡു വിതരണം നടക്കുകയാണ്. ആഹ്ലാദ സൂചകമായി ലഡു വിതരണമാണ് നടത്തുന്നത്. വിവിധ മതസംഘടനകൾ ചേർന്നുകൊണ്ടാണ് ലഡു വിതരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത. എന്തായാലും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹം രാവിലെ തന്നെ AKG സെൻറ്ററിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തെ ഏകകണ്ഠമായി മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. അജിംഷാദ്, അതായത് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പാർട്ടിയെ സംബന്ധിച്ച്? ഒരുപക്ഷേ എപ്പോഴാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക? തീർച്ചയായും അജിംഷാദ് 4 മണിയോടുകൂടിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കാരണം 3 മണിക്കാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുക. സംസ്ഥാന കമ്മിറ്റിയിൽ കൂടി അദ്ദേഹത്തിൻ്റെ പേര് വച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടു കൂടിയായിരിക്കും 4 മണിയോടുകൂടി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 4 മണിക്ക് സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് AKG സെൻറ്ററിൽ. അജിംഷാദ്, അതായത് ഇന്ന് തന്നെ ചിത്രം വ്യക്തമാകും. ഒരുപക്ഷെ സീതാറാം യെച്ചൂരി അത് സൂചിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കും. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഐക്യകണ്ഠേന പിണറായി വിജയന്റെ പേര് സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കും. ഒരുപക്ഷെ അത് സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് 4 മണിയോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകും. KG ദിനകർ, തീർച്ചയായും അജിംഷാദ് 4 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതുതന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഒരുപക്ഷെ കൈക്കൊള്ളും. CPM-ൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച് കൈക്കൊള്ളും. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് വേണ്ട എത്ര മന്ത്രിസ്ഥാനങ്ങൾ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധികം വൈകാതെ 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകും. അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അജിംഷാദ്, അതായത് ഇനിയുള്ളത് ഒരുപക്ഷെ KG ദിനകർ, ഇന്ന് പിണറായി വിജയൻ ഏതാണ്ട് മുഖ്യമന്ത്രിയാകും എന്നത് ഉറപ്പായ ഘട്ടത്തിൽ കൂടിയാണ് മാധ്യമ ചർച്ചകൾ ആ രീതിയിൽ കേരളത്തിൽ പുരോഗമിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി നൽകുമ്പോൾ ഒരുപക്ഷെ CPIM തീരുമാനിച്ചതിന് ശേഷം LDF-ലേക്ക് ഈ പിണറായി വിജയനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കുന്നത് എന്ന് നിർദ്ദേശം വെക്കുകയും അത്തരം നടപടിക്രമങ്ങളാകുമോ LDF-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അജിംഷാദ്, ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുത്തിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. സംസ്ഥാന കമ്മിറ്റിയിലും ഇത് അവതരിപ്പിക്കും. അതിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായും ഇക്കാര്യം സംബന്ധിച്ച് പാർട്ടി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ CPM തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ആ നിലയിൽ മുഖ്യമന്ത്രിയെ CPM തീരുമാനിച്ചിരിക്കുന്നു. അത് ഔദ്യോഗിക പ്രഖ്യാപനം വരിക മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുക. ഈ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കും. തുടർന്നായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. എന്തായാലും കമ്മ്യൂണിസ്റ്റ് കേരള ചരിത്രത്തിൽ CPM-ൻ്റെ കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെയധികം ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവ്, കണ്ണൂരിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് അല്ലെങ്കിൽ കേരളം എമ്പാകെ പടർന്നു പന്തലിച്ച ഒരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി CPM-ന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു നേതൃത്വം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും
ഒക്കെയും ഉയർന്നു വന്നൊരു സാഹചര്യം. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് CPM-നെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിലും ശക്തമായി എതിർകക്ഷികളെ പ്രതിരോധിക്കുന്നതിനും കഴിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ് പിണറായി വിജയൻ്റേത്. അത്തരത്തിൽ ധീരനായ ഒരു നേതാവ് തന്നെയാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായി വരുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും കേരളത്തിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തടക്കം നമുക്കറിയാം നിരവധി പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരികയും കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പാർട്ടിക്ക് വലിയ അടിത്തറ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയും അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിന് ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ നമുക്കറിയാം LDF പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാകും LDF-ൻ്റെ പ്രവർത്തനം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും LDF-ൽ പ്രതീക്ഷയർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് 3 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ അഭിലാഷത്തിനൊത്ത് ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കാരണം ആ ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. CPIM സെക്രട്ടേറിയറ്റ് ആ പേര് നിർദ്ദേശിക്കും. ഇതിനുശേഷം സംസ്ഥാന സമിതി അത് അംഗീകരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ വ്യക്തമായ സൂചനകൾ എത്തുന്നു. 26-ാമത്തെ വയസ്സിൽ MLA ആയ വ്യക്തിയാണ് പിണറായി വിജയൻ. വൈദ്യുത മന്ത്രി എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം വളരെ ശക്തിയാർജിച്ച് കേരളത്തിലെത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ ജീവിതരേഖയിൽ പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമുറങ്ങുന്ന പിണറായി ഗ്രാമമാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുക്കുന്നത്. 1944 മാർച്ച് 21-ന് ചെത്തുതൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി ജനനം. ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ബാല്യകൗമാരങ്ങൾ. പിണറായി UP സ്കൂളിലും പെരളശ്ശേരി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് 1 വർഷം നെയ്ത്തുതൊഴിലാളിയായി ജോലി നോക്കി. തുടർന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. ബ്രണ്ണൻ കോളേജാണ് പിണറായിയുടെ രാഷ്ട്രീയ കളരി. 24-ാം വയസ്സിലാണ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സഖാവെത്തുന്നത്. 28-ാം വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലുമെത്തിയ പിണറായി 1970-ലും 77-ലും 91-ലും 96-ലുമായി 4 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളിൽ കൊടിയ മർദ്ദനങ്ങളാണ് സഖാവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പിണറായിയെ ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ മാറി മാറി മർദ്ദിച്ചു. പൈശാചികമായ 3-ാം മുറകൾക്ക് വിധേയനായപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. ക്രൂരമർദ്ദനത്തിന്റെ ബാക്കിപത്രമായ ചോരപുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചാണ് പിണറായി പിന്നീട് നിയമസഭയിൽ പ്രസംഗിച്ചത്. ആഭ്യന്തരമന്ത്രി K. കരുണാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ പ്രസംഗം നിയമസഭാരേഖകളിലെ തിളങ്ങുന്ന അധ്യായമാണ്. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭരണ നൈപുണ്യം കേരളം തിരിച്ചറിഞ്ഞത് 96-ൽ വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴാണ്. കാൽനൂറ്റാണ്ടുകൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നേടിത്തന്നത്. വൈദ്യുതി കമ്മി നേരിടുന്ന സംസ്ഥാനത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയെടുത്തു. ഈ സാഹചര്യത്തിലാണ് ചടയൻ ഗോവിന്ദന്റെ മരണം. പിന്നീട് സംസ്ഥാന ഘടകം കേരളത്തിന്റെ അമരക്കാരനായി നിശ്ചയിച്ചത് പിണറായി വിജയനെയാണ്. പിണറായിയെ നഖശിഖാന്തം എതിർക്കുന്ന മാധ്യമങ്ങൾ അന്ന് എഴുതിയത് ഇങ്ങനെ: നയനാർ മന്ത്രിസഭയ്ക്ക് നഷ്ടമായത് മികച്ച ഒരു പ്രതിഭയെ. സംഘടനാ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിന്നീടങ്ങോട്ട് അദ്ദേഹം നേരിട്ടത് കടുത്ത മാധ്യമ ഭീകരതയെയാണ്. ഇത്രയധികം വ്യക്തിഹത്യയ്ക്ക് വിധേയനായ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് വന്നു ഭവിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് പിണറായി പ്രതികരിച്ചത്. വ്യക്തിഹത്യയ്ക്കും ദുരാരോപണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത കരുത്തോടെ പിണറായി പാർട്ടിയെ നയിച്ചത് 1.5 പതിറ്റാണ്ടിലേറെയാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ കരുത്തിനായാണ് ഈ നീണ്ട നാൾ പ്രവർത്തിച്ചത്. ഈ കരുത്തും നിശ്ചയദാർഢ്യവും നവകേരള സൃഷ്ടിക്കായി നമുക്ക് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ ഡെസ്ക്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. തീർച്ചയായും നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ ബഹുമുഖ പ്രതിഭയായി തെളിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കൂടിയാണ് പിണറായി വിജയൻ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു പക്ഷേ KG ദിനകർ വിവരങ്ങളുമായി തീർച്ചയായും കൈരളി പീപ്പിൾ TV MD കൂടിയായ ശ്രീ ജോൺ ബ്രിട്ടാസ് തന്നെ ചേരുന്നു. ഒരുപക്ഷെ ശ്രീ ബ്രിട്ടാസ്, അതായത് വളരെയേറെ ആക്രമണങ്ങൾക്ക് വിധേയമായി എന്ന് പറയപ്പെടുന്ന ഒരു നേതാവ് ഒരുപക്ഷെ 26-ാമത്തെ വയസ്സിൽ MLA ആവുകയും തുടർന്ന്
അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേൽക്കേണ്ടി വരുന്ന ഒരു MLA ആവുകയും നിയമസഭയിൽ എത്തുകയും ചെയ്ത ഒരു നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നുറപ്പായ ഘട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്താനാകുന്നത് ശ്രീ ബ്രിട്ടാസ്? അനിവാര്യമായിട്ടുള്ള ഒരു നേതൃത്വമായിരിക്കും പിണറായിയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത്. ഭരണനിർവഹണം, ഉറച്ച നിലപാട്, കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം തുടങ്ങിയ എല്ലാ പ്രഹേളികൾക്കുമുള്ള ഒരു ഒറ്റമൂലിയായിട്ട് പോലും പിണറായിയെ കാണുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിലെ വീഴ്ചയാണ്. ഒരു ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള ഒരു ഖ്യാതിയും പേരുമുള്ള ശ്രീ പിണറായി വിജയന്റെ നേതൃത്വമാണ് കുറെ കാലമായിട്ട് ഒരുപക്ഷെ കേരളം കാതോർത്തിരിക്കുന്നത്, കണ്ണു നട്ടിരിക്കുന്നത്. ആ ഒരു കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായിരിക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുമ്പോൾ സംഭവിക്കുക. രണ്ട്, ശ്രീ പിണറായി വിജയന്റെ കഴിവ് അല്ലെങ്കിൽ ഭരണനിർവഹണത്തിലെ കഴിവ് സ്വാഭാവികമായിട്ടും കേരളം തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേരളം ഊർജത്തിന്റെ കാര്യത്തിൽ, വൈദ്യുതിയുടെ കാര്യത്തിൽ മിച്ച സംസ്ഥാനമായി മാറിയത്. അന്ന് അദ്ദേഹം കാണിച്ച ആ കഴിവും അതുപോലെ തന്നെ പ്രാഗൽഭ്യവും ഇനി അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു മെച്ചം, നേട്ടം കേരളത്തിന് ലഭിക്കുന്നതാണ്. ഒരു മികച്ച സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീമിനെ വാർത്തെടുത്തുകൊണ്ട് കേരളത്തിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള അടിസ്ഥാന മേഖലയിലെ വികസന പ്രതിസന്ധി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയുമെന്നായിരിക്കാം ഒരുപക്ഷെ സാധാരണ ജനം ചിന്തിക്കുന്നത്. ശ്രീ ബ്രിട്ടാസ്, ഒരു കാര്യം കൂടി, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച സംഘാടകൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ 91 സീറ്റോടുകൂടി LDF അധികാരത്തിലെത്തുമ്പോഴൊക്കെ കണ്ടതാണ്, പല ഘട്ടങ്ങളിലും നമ്മൾ സ്പർശിച്ചറിഞ്ഞതുമാണ്, കേരളം സ്പർശിച്ചറിഞ്ഞതുമാണ് പിണറായി വിജയന്റെ സംഘാടകൻ എന്നുള്ള നിലയിലുള്ള കഴിവ്. ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കഴിവ് അല്ലെങ്കിൽ മികച്ച ഭരണാധികാരി എന്നുള്ള കഴിവ് വൈദ്യുത മന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള വൈദഗ്ധ്യത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ബ്രിട്ടാസ്. തീർച്ചയായിട്ടും അജിംഷാദ്, ശ്രീ പിണറായി വിജയന്റെ വ്യക്തിത്വത്തിന്റെ പല വശങ്ങളും തലങ്ങളും അറിയാവുന്ന ആൾക്കാര് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് മാത്രമല്ല, വളരെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നീണ്ട പന്താവും അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. വളരെ എളിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും ദുർഗണം പിടിച്ച ഘട്ടങ്ങളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്ന സമയത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ CPM സംഘടനയെ സംരക്ഷിച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ സംഘാടക മികവായിരുന്നു. ഒരു സംഘടന, CPM-ന്റെ സംഘടനാ തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടന, പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടൊരു ദൗത്യം അദ്ദേഹം സ്തുത്യർഹമായിട്ട് നിർവഹിച്ച നാളുകളാണ് പിന്നിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും താൻ പരിപോഷിപ്പിച്ച അല്ലെങ്കിൽ പരിപാലിച്ച പാർട്ടി സംഘടനയുടെ ഒരു പിന്തുണ, ഊർജം അദ്ദേഹത്തിന് വരുന്ന ആളുകളിൽ അദ്ദേഹത്തിന് തുണയായി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ കരുതാവുന്നതാണ്. ശ്രീ ബ്രിട്ടാസ്, അതിന്റെ തുടർച്ചയായി തന്നെ ഒരുപക്ഷെ സംഘടന എന്നുള്ള നിലയിൽ ഈ ഉദാരീകരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷം നേരിടുന്ന ആശയപരമായ ഒരുപാട് വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് CPIM എന്ന പ്രസ്ഥാനത്തെ കരുത്തോടുകൂടി നയിക്കാൻ പിണറായി വിജയൻ ശേഷി കാണിച്ചു. അത് വിജയിച്ചു. പ്രായോഗിക തലത്തിൽ അത് നമ്മൾ കണ്ടു. ഇനി മുഖ്യമന്ത്രി എന്നുള്ള തലത്തിൽ ഒരുപക്ഷെ പിണറായി വിജയന്റെ ആ കഴിവ് ഏത് രീതിയിലായിരിക്കും ഈ ഘട്ടത്തിൽ താങ്കൾ നിരീക്ഷിക്കുന്നത്? കേരളത്തിലെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടിയാണ് ശ്രീ ബ്രിട്ടാസ്. നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള സംവാദങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള പരിപാടികളിലൊക്കെ അദ്ദേഹം ഊന്നു നൽകാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത കൂടിയാണ്. അതായത് കേരളം ഇന്നൊരു വികസന പ്രതിസന്ധിയിലാണ്. കേരളം പതിറ്റാണ്ടുകളായി ആർജിച്ച നേട്ടങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരവസ്ഥ, പുതിയ കാലഘട്ടവുമായിട്ട് പൊരുത്തപ്പെടാതെ പോകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷം. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർലഭ്യം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യക്തമായും സ്പഷ്ടമായും തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയാണ്. പലപ്പോഴും ഭരണ നേതൃത്വങ്ങൾ ആടിക്കളിക്കുകയും ഒരു സുവ്യക്തമായ നിലപാട് ഒരു കാര്യത്തിൽ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി. ഇന്ന് അടിസ്ഥാന മേഖലയിൽ കേരളം വളരെ പിന്നോട്ട് പോയി. ഒരുപക്ഷെ എത്രയോ കാലമായിട്ട് ഒരു മീറ്റർ റോഡോ ഒരു യൂണിറ്റ് വൈദ്യുതിയോ കേരളത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യശേഷിയുടെ കയറ്റുമതിയിലൂടെ മാത്രം അതിജീവനം സാധ്യമാകുന്ന ഒരു സൊസൈറ്റിയിൽ
കേരളത്തിന്റെ അനന്തമായ സാധ്യതകളെ ക്രിയാത്മകമായും സർഗാത്മകമായും ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവ്, അത് ഒരു ഭരണതന്ത്രജ്ഞനും അതുപോലെ തന്നെ ഭരണാധികാരിക്കും മാത്രമേ കഴിയുള്ളൂ. ഇന്ന് കേരളത്തിന്റെ ഋണബാധ്യത 5 വർഷം കൊണ്ട് കേരളത്തിന്റെ കടം ഇരട്ടിയാകുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഓരോ ദിവസവും കടമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കേരളത്തിന്റെ പൊട്ടൻഷ്യൽ, കേരളത്തിന്റെ ശക്തി, കഴിവ് അല്ലെങ്കിൽ കേരളത്തിന്റെ സാധ്യതകൾ ഇതൊന്നും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലേക്ക് വരുന്ന 1 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യം അതൊക്കെ പാഴായി പോകുന്നു. അതൊക്കെ എങ്ങനെ ഉൽപാദനപരമായിട്ടുള്ള മേഖലയിൽ ചെലവഴിച്ചുകൂടായില്ല. IT മേഖല, മൈക്രോബയോളജി, അങ്ങനെ ഒരുപാട് മേഖലകൾ, അതുപോലെ കേരളത്തിന്റെ റോഡുകൾ, വൈദ്യുത മേഖല, കേരളത്തിലേക്ക് വികസന പ്രക്രിയയെ കൊണ്ടുവരേണ്ട ബാധ്യത, അതുപോലെ ഉൽപാദന യൂണിറ്റുകളെ കൊണ്ടുവരേണ്ട ബാധ്യത, ഇലക്ട്രോണിക് യൂണിറ്റുകൾ, കേരളത്തിൽ തൊഴിൽ കൊടുക്കേണ്ട കാര്യം, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കേണ്ട ആവശ്യം, ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി വിജയന്റെ മുമ്പിലുണ്ട്. പക്ഷേ അത്തരം വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സംവാദങ്ങളിലും അദ്ദേഹത്തിന്റെ ചർച്ചകളിലും അദ്ദേഹം കേരളത്തിന് വേണ്ടത് എന്താണെന്നുള്ള കാര്യം അദ്ദേഹം എപ്പോഴും സ്പഷ്ടമായിട്ട് പറയുമായിരുന്നു. അജിം ഷാ, അത് തന്നെയാണ് ശ്രീ ബ്രിട്ടാസ്. ഒരു കാര്യം കൂടി, അതിൻ്റെയും കൂടി തുടർച്ചയായി തന്നെ ഒരു പക്ഷേ ഈ സഹകരണ ബാങ്കുകളെയൊക്കെ ക്രോഡീകരിച്ചുള്ള ഒരു കോർ ബാങ്കിങ് സംവിധാനത്തെ സംബന്ധിച്ച്, അതായത് വികസനത്തെ സംബന്ധിച്ചുള്ള തികച്ചും നവമായ, അതായത് പുതിയതായ ആശയങ്ങൾ പിണറായിയുടെ പക്കലുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ കൂടി ഉണ്ട് എന്ന് ബോധ്യമാകുന്ന നിരവധി കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു വന്നത് തന്നെയാണ്. കോർ ബാങ്കിങ് അതൊരു സാമ്പത്തിക മേഖലയിലടക്കം വലിയ സമഗ്രമായ, അങ്ങനെ ഒട്ടേറെ ക്രിയേറ്റീവായ പ്രോഗ്രാംസ് പുള്ളിയുടെ ബ്രെയിനിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീ ബ്രിട്ടാസ്. അതുകൂടി അതിലേക്കൂടി കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വികസന പരിപ്രേക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ അദ്ദേഹം അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ അദ്ദേഹം അത് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ കേരളത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച്, അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്ന, കേരളം ആവശ്യപ്പെടുന്ന അനിവാര്യമായ നിലപാടുകളെ കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖല മുതൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ അടിസ്ഥാന മേഖല, കേരളത്തിന്റെ ഊർജ്ജ മേഖല, അങ്ങനെ കേരളത്തിന്റെ ഓരോ മേഖലയെയും സ്പർശിച്ചുകൊണ്ടുള്ള വളരെ സുദീർഘമായ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള പ്രതിപാദനമാണ് അദ്ദേഹം അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ നടത്തിയത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷം, എനിക്ക് തോന്നുന്നു വ്യക്തികൾക്ക് സംവിധാനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ സംവിധാനമാണോ പ്രധാനമെന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ഒരു ലീഡറിന്, ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളും നിലപാടുകളും അദ്ദേഹത്തിന്റെ ശൈലികളും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ സവിശേഷതയായിട്ട് അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരോ കാണുന്ന ഒരു കഴിവെന്നുള്ളത് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. ഇതാണ് ഒരുപക്ഷെ ഒരു ഭരണാധികാരിക്ക് വേണ്ടത്. വേവർ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അപായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൈമിഷികമായിട്ടൊരു തടസ്സം കാണുമ്പോൾ പെട്ടെന്ന് പിന്നോട്ട് വലിയുന്നു. കേരളത്തിന്റെ എല്ലാ വികസന പ്രശ്നങ്ങളിലും നമ്മൾ കണ്ടിരുന്നതാണ്. കേരളത്തിന് ഒരു 45 വരി പാത എന്നുള്ള ഒരു സ്വപ്നം ഒരു 2 പതിറ്റാണ്ട് 3 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ ഒരു മരീചികയായിട്ട് അവശേഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ഭരണാധികാരികൾ ഇങ്ങനെ പകച്ചു നിൽക്കുന്നുകൊണ്ടാണ്, അറച്ചു നിൽക്കുന്നുകൊണ്ടാണ്. അത്തരത്തിലുള്ള അറപ്പും അതുപോലെ തന്നെ പകർച്ചയും ഈ പറഞ്ഞ പതർച്ചയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ദിശാബോധത്തോടെ ഉറച്ച ചുവടുവെപ്പുകൾ നടത്താൻ ശേഷിയുള്ള ഒരു നേതാവാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കേരളത്തിന്റെ സാമൂഹ്യ മേഖല. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ഘടകം, ന്യൂനപക്ഷങ്ങൾ വർദ്ധിച്ച തോതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു ആർജവവും ആത്മാർത്ഥതയും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ സമീപകാല രാഷ്ട്രീയത്തിൽ സംഘ്പരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയ വർഗീയ ഭീഷണിയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള തന്റേടവും
കഴിവും തനിക്കുണ്ട് എന്ന് എത്രയോ പതിറ്റാണ്ടുകളായി ശ്രീ പിണറായി വിജയൻ തെളിയിച്ചതാണ്. എന്തിനേറെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഭീഷണിയായി വന്നപ്പോൾ ഹെഡ് ഓൺ, അതായത് കൊമ്പ് പിടിച്ച് അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അതുപോലെ കഴിവും ആത്മാർത്ഥതയും കാണിച്ചു. അതുകൊണ്ട് ഇത് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാത്രമല്ല, കേരളത്തിന്റെ വളരെ പരമപ്രധാനമായിട്ടുള്ള സാമൂഹ്യ മേഖലയിലും അദ്ദേഹത്തിന്റെ നേതൃത്വപാഠവും വ്യക്തമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അജയ് ഷാ. തീർച്ചയായും ഞങ്ങളുടെ ചീഫ് എഡിറ്ററും MD-യുമായ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ് ഈ ഘട്ടത്തിൽ പറഞ്ഞത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കളുടെ സുഹൃത്തു കൂടിയായ രഞ്ജി പണിക്കർ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഞ്ജി പണിക്കർ, അങ്ങനെയാണ്, അതായത് വർഗീയത കേരളത്തെ ഗ്രസിക്കുന്ന ഘട്ടത്തിൽ ശക്തനായ കൈകളുമായി ആ കൊമ്പ് പിടിച്ച് മലർത്താൻ ശേഷിയും പ്രാപ്തിയും കാണിച്ച ഒരു നേതാവ്, ഒരുപക്ഷെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ക്രിയാത്മകമായ ആശയങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു നേതാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അതിനെ താങ്കൾ നിരീക്ഷിക്കുന്നത് ശ്രീ രഞ്ജി പണിക്കർ? ശ്രീ രഞ്ജി പണിക്കർ, താങ്കൾ ഉണ്ടോ ലൈനിൽ? ശ്രീ രഞ്ജി പണിക്കർ ഫോൺ നഷ്ടമായി എന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ ജീവിതരേഖയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമുറങ്ങുന്ന പിണറായി ഗ്രാമമാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുക്കുന്നത്. 1944 മാർച്ച് 21 ചെത്തുതൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി ജനനം. ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ബാല്യകൗമാരങ്ങൾ. പിണറായി UP സ്കൂളിലും പെരളശ്ശേരി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് 1 വർഷം നെയ്ത്തുതൊഴിലാളിയായി ജോലി നോക്കി. തുടർന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. ബ്രണ്ണൻ കോളേജാണ് പിണറായിയുടെ രാഷ്ട്രീയ കളരി. 24-ാം വയസ്സിലാണ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സഖാവെത്തുന്നത്. 28-ാം വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലുമെത്തിയ പിണറായി 1970-ലും 77-ലും 91-ലും 96-ലുമായി 4 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളിൽ കൊടിയ മർദ്ദനങ്ങളാണ് സഖാവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പിണറായിയെ ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ മാറി മാറി മർദ്ദിച്ചു. പൈശാചികമായ മൂന്നാം മുറകൾക്ക് വിധേയനായപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. ക്രൂരമർദ്ദനത്തിന്റെ ബാക്കിപത്രമായ ചോരപുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചാണ് പിണറായി പിന്നീട് നിയമസഭയിൽ പ്രസംഗിച്ചത്. ആഭ്യന്തരമന്ത്രി K. കരുണാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ പ്രസംഗം നിയമസഭാരേഖകളിലെ തിളങ്ങുന്ന അധ്യായമാണ്. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭരണ നൈപുണ്യം കേരളം തിരിച്ചറിഞ്ഞത് 96-ൽ വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴാണ്. കാൽനൂറ്റാണ്ടുകൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നേടിത്തന്നത്. വൈദ്യുതി കമ്മി നേരിടുന്ന സംസ്ഥാനത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയെടുത്തു. ഈ സാഹചര്യത്തിലാണ് ചടയൻ ഗോവിന്ദന്റെ മരണം. പിന്നീട് സംസ്ഥാന ഘടകം കേരളത്തിന്റെ അമരക്കാരനായി നിശ്ചയിച്ചത് പിണറായി വിജയനെയാണ്. പിണറായിയെ നഖശിഖാന്തം എതിർക്കുന്ന മാധ്യമങ്ങൾ അന്ന് എഴുതിയത് ഇങ്ങനെ: നയനാർ മന്ത്രിസഭയ്ക്ക് നഷ്ടമായത് മികച്ച ഒരു പ്രതിഭയെ. സംഘടനാ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിന്നീടങ്ങോട്ട് അദ്ദേഹം നേരിട്ടത് കടുത്ത മാധ്യമ ഭീകരതയെയാണ്. ഇത്രയധികം വ്യക്തിഹത്യയ്ക്ക് വിധേയനായ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് വന്നു ഭവിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് പിണറായി പ്രതികരിച്ചത്. വ്യക്തിഹത്യയ്ക്കും ദുരാരോപണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത കരുത്തോടെ പിണറായി പാർട്ടിയെ നയിച്ചത് 1.5 പതിറ്റാണ്ടിലേറെയാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ കരുത്തിനായാണ് ഈ നീണ്ട നാൾ പ്രവർത്തിച്ചത്. ഈ കരുത്തും നിശ്ചയദാർഢ്യവും നവകേരള സൃഷ്ടിക്കായി നമുക്ക് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ ഡെസ്ക്. തീർച്ചയായും നമ്മോടൊപ്പം രഞ്ജി പണിക്കർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ രഞ്ജി പണിക്കർ, നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ, നിരീക്ഷിച്ചതുപോലെ വർഗീയവുമായി ബന്ധപ്പെട്ട ഭീകരത കേരളത്തെ ഗ്രസിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ആ കൊമ്പിനെ പിടിച്ചടിക്കാൻ പ്രാപ്തിയായ ഒരു കൈകൾ പിണറായി വിജയനിൽ കണ്ടു. പിന്നീട് കുറെ കൂടി മുമ്പോട്ട് പോയാൽ നല്ലൊരു ഭരണകർത്താവ് എന്നുള്ള വൈദഗ്ധ്യം കേരളം തൊട്ടറിഞ്ഞു. ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന വാർത്ത കൂടി പുറത്തെത്തുന്നത്. എങ്ങനെ നിരീക്ഷിക്കാം? രണ്ടു തരത്തിലാണ്. എനിക്ക് തോന്നുന്നത് കേരളം രൂപീകൃതമായതിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ
രാഷ്ട്രീയ സാംസ്കാരിക വെല്ലുവിളികൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇതിനെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത്ര ധ്രുവീകരണം, വർഗീയ പാർട്ടികളുടെ ധ്രുവീകരണം, വർഗീയ താല്പര്യങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്. അതിനെ മുഖാമുഖം നേരിടുക എന്ന ദൗത്യം ഏറ്റെടുത്തത് CPM മാത്രമാണ്, LDF ആണ്. അതിന് നടുനായകത്വം വഹിച്ചത് പിണറായി വിജയനാണ്. അപ്പൊ അത് സംബന്ധിച്ചുണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ പരിക്കിനെ കുറിച്ചും അദ്ദേഹം വ്യാകുലപ്പെട്ടില്ല. കേരളം ഇന്ന് നേരിടേണ്ടതിനെ നേരിടാൻ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് LDFനെ നയിക്കുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. അത് ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. രണ്ടാമത്, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. അത് വൈകിയാണ് സംഭവിക്കുന്നത് എന്ന് പോലും പലർക്കും പരിഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ കേരളത്തിന് പുതിയ വികസന മാതൃക ആവശ്യമുണ്ട്. കേരളത്തിന് ജനകീയമായ ഒരു വികസന സമ്പ്രദായം ആവശ്യമുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണപരിചയത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായ വിദ്യാശക്തി മന്ത്രിയായിരുന്നു അദ്ദേഹം. CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോ ഒരുപക്ഷെ ഈ പാർട്ടി അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരു കാലഘട്ടത്തിൽ കൂട്ടം ചേർന്ന മാധ്യമങ്ങളടക്കം മറ്റു താല്പര്യങ്ങളടക്കം ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരെ ധീരമായി പിടിച്ചു നിന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കള്ളക്കേസുകൾ എത്ര വർഷം നീണ്ടു നിന്നു എന്ന് നമുക്കറിയാം. അപ്പോ ഇങ്ങനെ ഒരു മുഹൂർത്തം കേരളത്തിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമാണ്. പിണറായി വിജയനിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ആ വലിയ പ്രതീക്ഷ അതിനൊത്തുയരാൻ, അത് നിറവേറ്റാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സാധിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതായത് ശ്രീ രഞ്ജി പണിക്കർ, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ വലിയ രീതിയിൽ എല്ലാവർക്കും മാതൃകയായി ഉയർന്നിട്ടുണ്ട് പല ഘട്ടത്തിലും. അതെ, ഒരുപക്ഷെ പാറപ്രം എന്ന പിണറായിയിലെ സ്ഥലത്ത് നിന്ന് പിണറായി വിജയൻ എന്ന നേതാവ് താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയേറെ ഈ തരത്തിലുള്ള ജനകീയ വികാരങ്ങൾ, അങ്ങനെ വൈകാരികതയുടെ കോൾമേയറുകൾക്കപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ ഒരു വലിയ വിജയം സാധ്യമാക്കാൻ ആയിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാകും? കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിൽ പുതിയതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ്, സാംസ്കാരികമായും രാഷ്ട്രീയപരമായും. ഞാൻ ഭരണപരമായ മറ്റു വെല്ലുവിളികളിലേക്കൊന്നുമല്ല കിടക്കുന്നത്. രണ്ടാമത്, വികസനം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി വെച്ചു പുലർത്തി പോരുന്ന കാഴ്ചപ്പാടുകളെ തീർച്ചയായും ഖണ്ഡിക്കേണ്ടതുണ്ട്. ജനോപകാരപ്രദമായ വികസനം എന്നൊരു അജണ്ട അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് നടന്ന കേരളം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം സഞ്ചരിച്ച് ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു ജനകീയ മുഖമുണ്ട്. വികസനത്തിന് ജനകീയ മുഖമുണ്ടാക്കുക എന്നതാണ് ഭരണപരമായി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ദൗത്യം. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു സംസ്ഥാനത്തിന്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ദൗത്യം കേരളത്തിൽ പൊന്തി വരുന്ന വർഗീയ ധ്രുവീകരണ പ്രവണതകളെ സമർത്ഥമായി നേരിടുക, അതിന് ജനങ്ങളെ സജ്ജരാക്കുക, ജനങ്ങളെ സജ്ജരാക്കാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരിനെ നയിക്കുക എന്നീ രണ്ട് വലിയ ദൗത്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. അതായത് ശ്രീ രഞ്ജി പണിക്കർ, തീർച്ചയായും താങ്കളിലേക്ക്, അതായത് മോഡിയും ഇവിടെ എത്തുമ്പോൾ പിണറായി വിജയനെയാണ് പ്രസംഗങ്ങളിൽ ആക്രമിച്ചത്. ഒരുപക്ഷെ അമിത്ഷായും അതെ, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയും അതെ. ഒരുപക്ഷെ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന തരത്തിൽ ഇത്രയേറെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ, CPIMനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ആക്രമിക്കുന്നത് ഒരു നേതാവിലേക്ക് ചുരുക്കാമെങ്കിൽ അത് തീർച്ചയായും പിണറായി വിജയനാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ സദാ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. നൈതിക വിരുദ്ധമായത്, വിമർശനം എന്നതല്ല, നൈതിക വിരുദ്ധമായത് അത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. തീർച്ചയായും അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് എന്നത് തീർച്ചയായും വലിയ അർത്ഥത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. പിണറായി വിജയന്റെ മുമ്പിലുള്ളത് അങ്ങനെ ഒരു വലിയ മാനം കൂടിയില്ലേ സത്യസന്ധമായി നിരീക്ഷിച്ചാൽ? തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് തല്ലുക എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ലാവ്ലിൻ കേസിൽ കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ, അല്ലാതെയുള്ള വ്യക്തിഹത്യക്കുള്ള ശ്രമങ്ങൾ,
എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എല്ലാ കോണുകളിൽ നിന്നും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ഒരു കാലം ദീർഘകാലമായി അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഞാൻ പിണറായി വിജയൻ ആയതുകൊണ്ടല്ല, ഞാൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ്, എന്റെ പദവിയിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് എന്റെ പാർട്ടിയുടെ നേർക്കുള്ള ആക്രമണം എന്റെ നേർക്കാവുന്നത്. അങ്ങനെയുള്ള ആക്രമണം സദാ നേരിടുമ്പോഴും എന്റെ പ്രസ്ഥാനം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് എനിക്ക് ഭയമില്ല, തളർച്ചയില്ല, ഞാൻ പരിഭ്രമിക്കാറില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പൊതുജനങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആക്രമിക്കപ്പെട്ട, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട, വളരെ കൃത്യമായി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയിലൂടെ ഒരു ക്യാരക്ടർ അനിഹിലേഷന് വിധേയനാക്കപ്പെട്ട മറ്റൊരു നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കും. ഇപ്പൊ മോഡി ആക്രമിക്കുമ്പോഴും അമിത്ഷാ ആക്രമിക്കുമ്പോഴും ഉമ്മൻചാണ്ടി തന്റെ മുൻ ഭരണകാലത്തെ അവസാന ദിവസം ഒരു CBI അന്വേഷണം അവസാന ക്യാബിനറ്റിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം വളർന്നു വരുന്ന കേരളത്തിലെ ഏറ്റവും കരുത്തനായ കമ്മ്യൂണിസ്റ്റുകാരനെ അവസാനിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് പ്രവർത്തിച്ചിരുന്നത്. അതായത് ഒരു പക്ഷേ മറ്റൊരാൾക്കും, അതായത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനായത് എന്നുള്ളത് എന്റെ തലമുറയിലുള്ളവർക്ക്, ഞങ്ങൾ അന്ന് വിദ്യാർത്ഥികളാണ്, തീർച്ചയായിട്ടും വലിയ വിസ്മയമാണ്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ലോക്കപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു കരുത്ത്, വലിയൊരു മനഃശക്തി അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെ കള്ളക്കേസുകളിൽ കുടുക്കിയും അല്ലാതെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാവും. അതിനെയൊക്കെ നേരിടാനുള്ള വലിയ മനക്കരുത്ത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹം നിങ്ങൾക്കറിയാം വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു ചെത്ത് തൊഴിലാളിയുടെ മകനായി ജനിച്ച് വളർന്ന് വലിയ നിലയിലേക്ക് വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിനൊക്കെയുള്ള മനക്കരുത്തുണ്ട്. ഈ പറയുന്ന മഹാസംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം അതിനെ വലിയ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നേരിട്ടത്. അദ്ദേഹം തകർന്നില്ല, അദ്ദേഹം തളർന്നു പോയില്ല. മറ്റൊരാളാണെങ്കിൽ ഒരുപക്ഷെ രാജ്യം വിടാനോ ആത്മഹത്യ ചെയ്യാനോ ഒക്കെ ആലോചിച്ചു പോയേക്കാവുന്ന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കൊടിയും പ്രസ്ഥാനവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെഞ്ചു വിരിച്ച് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോയി അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. തീർച്ചയായും വളരെ വ്യക്തമാണ്, വളരെ നന്ദി ശ്രീ രഞ്ജി പണിക്കർ. ഈ ഘട്ടത്തിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, വാർത്തയുടെ മാനങ്ങൾ ഒരുപാട് പറയാറുള്ള താങ്കളിലേക്ക് അത്തരത്തിലൊരു ചോദ്യം. അതായത് ഒരുപക്ഷെ പല ഘട്ടത്തിലും നമ്മൾ വായിച്ചിട്ടുണ്ട്, കത്തിക്കുത്തിൽ നിന്ന് അടക്കം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളിൽ നിന്നൊക്കെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പല പ്രതികളെയും പിടിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് അത് പിണറായിയിലുള്ള വിജയനെ കൊല്ലാൻ വേണ്ടി എത്തിയതാണ് എന്നൊക്കെ അറിയുന്നത്. അങ്ങനെയുള്ള കായികമായ നേരിട്ടുള്ള ശാരീരിക ആക്രമണങ്ങളിൽ തുടങ്ങി സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ എത്തുന്ന വലിയ ആശയശത്രുതാപരമായ നീക്കങ്ങൾക്കും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇതാ ധർമ്മടത്ത് നിന്നും ഏറ്റവും ഒടുവിൽ 30,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അവരുടെ പാർട്ടി മുഖ്യമന്ത്രിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അത് അജിംഷാദ്, ഇത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിഗതമായി ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥ, അത്തരം ഏറ്റുമുട്ടലുകളുടെ രാഷ്ട്രീയം, അതേക്കുറിച്ചൊന്നുമല്ല ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ചരിത്രത്തിനൊരു കാവ്യ നീതിയുണ്ട്. പലപ്പോഴും നാം ചരിത്രം പഠിക്കുമ്പം അതിന്റെ ഒരു രണ്ടാം രംഗപ്രവേശത്തെ കുറിച്ച് എപ്പോഴും നാം ആലോചിക്കാറുണ്ട്. മാർക്സ് പറഞ്ഞത് മാതിരി ചരിത്രത്തിന്റെ കാവ്യനീതി പലപ്പോഴും അവിടെയാണ് കാണാൻ കഴിയുക. ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ നിങ്ങൾ CPM അടക്കമുള്ള പാർട്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഈ വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കപ്പെട്ട സുസജ്ജമായൊരു പാർട്ടി സംഘടനയാണെന്ന് പറഞ്ഞുകൂടാ. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ പോലും ഒരു ദീർഘമായ കാലഘട്ടം, 1.5 പതിറ്റാണ്ടിന് അധികം ഉള്ള ഒരു കാലഘട്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത, അത് വരുത്തിവെച്ച വലിയ തകർച്ച, വിശ്വാസരാഹിത്യം, അതിന്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച അസംഖ്യം അനപലഷണീയ പ്രവണതകൾ, അതിനെ മുഴുവൻ നേരിടുക എന്ന രാഷ്ട്രീയമായ ചരിത്രപരമായ ദൗത്യമായിരുന്നു പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയന്റെ മേൽ ചരിത്രം ഏൽപ്പിച്ചു കൊടുത്ത ആദ്യത്തെ വലിയ ഉത്തരവാദിത്വം നമുക്കറിയാം. അതാണ് പ്രധാനം. അതിനെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ നേരിട്ടത്. ഈ നിമിഷം നാം ആലോചിക്കേണ്ടത്, പല സാഹചര്യങ്ങളിലും പാളിപ്പോകാവുന്ന തീരുമാനങ്ങളിലൂടെ പാർട്ടി തന്നെ അസ്തപ്രജ്ഞമാകുന്ന സാഹചര്യത്തിൽ
പലപ്പോഴും ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ, ചുറ്റും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന നോട്ടങ്ങളോ ഭാവഭാവാദികളോ വെളിച്ചം തന്നെയോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും ധീരമായ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരിക. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനുഷ്യ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മൗനത്തിലിരമ്പിയ എന്തൊക്കെ ചരിത്ര സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക ആ കാലഘട്ടത്തിൽ എന്ന് നാം ആലോചിക്കുന്ന നല്ലതായിരിക്കും. കാരണം നേരത്തെ രഞ്ജി പണിക്കർ സൂചിപ്പിച്ചത് ഞാനത് കേൾക്കുകയായിരുന്നു. ഒരുപക്ഷെ മാധ്യമ വിചാരണയ്ക്ക് ഇത്രത്തോളം നിഷ്കരുണം വിധേയനായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മുടെ തലമുറയിൽ ഉണ്ടാകില്ല. കാരണം പിണറായി വിജയനെ വേട്ടയാടിയാൽ പാർട്ടിയെ വേട്ടയാടാനും വളഞ്ഞു പിടിക്കാനും ഇല്ലാതാക്കാനും, ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തന്നെയാണ്, ഇല്ലാതാക്കാനും ഒക്കെ എളുപ്പം കഴിയും എന്ന് കണ്ടെത്തിയ ഈ മാധ്യമത്തിന്റെ ആ ഉത്സാഹമുണ്ടല്ലോ, ആ ഔത്സുക്യം, അദ്ദേഹത്തിനെതിരെ വിപുലമായ വേട്ടയ്ക്കിറങ്ങിയ സമയത്ത് പോലും യാതൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ, ഏറ്റുമുട്ടാൻ തയ്യാറാകാതെ അദ്ദേഹത്തിന്റെ പാർട്ടി സംഘടനയെ എങ്ങനെ സുസജ്ജമാക്കണമെന്നതിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് ഒരു കാലഘട്ടം തന്നെ ഏൽപ്പിച്ച സമുചിതമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്ത ഒരു സായാഹ്നത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെയാണ് ചരിത്രം അതിന്റെ കാവ്യനീതിയിലൂടെ അധികാരത്തിന്റെ പൂത്താലിക അദ്ദേഹത്തിന് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു കാവ്യനീതി. ഇവിടെ നിന്നുകൊണ്ട് പാർട്ടിയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും അധികാരത്തിലിരുന്നു കൊണ്ട് വലിയ പുനഃസംഘടന നിർവഹിക്കാൻ പുതിയ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ചരിത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതി വെച്ചിരിക്കുന്നത്, ഈ വലിയ നേതാവിന് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പിണറായി വിജയന്റെ ഭൂതകാല ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, തകർന്ന് താറുമാറായി പോയ പാർട്ടി സംഘടനയെ അദ്ദേഹം നവീന ഭാവുകത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, വഴിമുട്ടിയ കേരളം. ശരിയാണ്, വികസന രംഗത്ത് വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 കൊണ്ടുവന്ന ഒരു വിച്ഛേദമുണ്ട്. നവഭാവുകത്വത്തിന്റെ ആ വിച്ഛേദം, പുതിയ മാനുഷികതയുടെ ആ വിച്ഛേദം. അത്തരം ഒരു വിച്ഛേദത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയതായി കേരളത്തിന്റെ വികസന രംഗത്തെ, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ പുനഃസംഘാടനം ചെയ്യാനും ഉള്ള കെൽപ്പും ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഉത്തരവാദിത്വങ്ങൾ ആർക്കെങ്കിലും നിർവഹിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ചരിത്രത്തിന്റെ സഞ്ചാരത്തിലൂടെ ധാരാളം അനുഭവങ്ങളുടെ പരിക്കുകളേറ്റിട്ടുള്ള പിണറായി വിജയന് മാത്രമാണ് കഴിയുക. അതിനുള്ള ദൗത്യം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഇടതുപക്ഷ വിശ്വാസികൾ അങ്ങേയറ്റം സന്തുഷ്ടരായിരിക്കണം. കാരണം പുതിയ പ്രയാണം അദ്ദേഹം ആരംഭിക്കുന്നു. നമുക്ക് ഈ മനുഷ്യനിൽ വിശ്വസിക്കാം. തീർച്ചയായും വളരെ വ്യക്തം. ശ്രീ കാവ്യാത്മകമായി തന്നെയാണ് താങ്കളുടെ പ്രതികരണം നിർത്തിയതും ശ്രീ ഭാസുരേന്ദ്ര ബാബു.